ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ഒക്ടോബർ 15 പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവൻ കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. റെഡിയല്ലേ? ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന്. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന്. എൻ കെ ദേശം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക്. എൻ കെ ദേശം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക്. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക്. പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക്. തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബലക്ഷ്മി പുരസ്കാരം KJ യേശുദാസിന്. തമിഴ്നാട് സർക്കാർ നൽകുന്ന MS സുബ്ബലക്ഷ്മി പുരസ്കാരം KJ യേശുദാസിന്. രണ്ടുപേരും പാട്ടുകാരാണല്ലോ, അപ്പോൾ അതങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. MS സുബ്ബലക്ഷ്മിയും യേശുദാസും പാട്ടുകാരാണ്. അപ്പോൾ MS സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് യേശുദാസിന്. ഓക്കെ. കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹയ്ക്ക്. കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹയ്ക്ക്. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം NS മാധവന്. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം NS മാധവന്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും NS മാധവനാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും NS മാധവനാണ്. അതുപോലെ 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും NS മാധവനാണ്. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ അർഹമായി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ അർഹമായി. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. PV സ്വാമി അവാർഡ് K മാധവന്. PV സ്വാമി അവാർഡ് K മാധവന്. മലയാറ്റൂർ അവാർഡ് E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. മലയാറ്റൂർ അവാർഡ് E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. ഓക്കെ. അപ്പോൾ E സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് ഇപ്പോൾ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 വയലാർ അവാർഡ്, 2 ഏതാ? മലയാറ്റൂർ അവാർഡ്. 2 ഓർത്ത് വെച്ചോണേ. വയലാർ അവാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മലയാറ്റൂർ അവാർഡ് പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. പ്രഥമ ഈ മലയാളി പുരസ്കാരം എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന്. പ്രഥമ ഈ മലയാളി പുരസ്കാരം എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണന്. TP മാധവൻ പുരസ്കാരം നടന്മാരായ മധുവിനും ജഗതി ശ്രീകുമാറിനും. TP മാധവൻ പുരസ്കാരം നടന്മാരായ മധുവിനും ജഗതി ശ്രീകുമാറിനും. TG ഹരികുമാർ പുരസ്കാരം K ജയകുമാറിന്. TG ഹരികുമാർ പുരസ്കാരം K ജയകുമാറിന്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച് ചൈന. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച് ചൈന. ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്ത് ഇന്ത്യ.
ഭ്രമണപഥത്തിലുള്ള സ്വന്തം ഉപഗ്രഹങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോഡി ഗാർഡ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ തയ്യാറെടുത്ത് ഇന്ത്യ. നോബൽ പ്രൈസ് 2025 പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ. US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസദൽ, ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷിമോൺ സകാഗുച്ചി എന്നിവർക്കാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നോബൽ. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് പുരസ്കാരം. US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസദൽ, ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷിമോൺ സകാഗുച്ചി എന്നിവർക്കാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നോബൽ. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് പുരസ്കാരം. ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ, മിഷേൽ എച്ച് ഡെവോററ്റ് ഫ്രാൻസ്, ജോൺ എം മാർട്ടിനിസ് US എന്നിവർക്കാണ് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം. ഏകദേശം 10.38 കോടി രൂപയാണ് സമ്മാനത്തുക. ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ, മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഫ്രാൻസ്, ജോൺ എം മാർട്ടിനസ് US എന്നിവർക്കാണ് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം. ഏകദേശം 10.38 കോടി രൂപയാണ് സമ്മാനത്തുക. സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ, ഒമർ യാഗി US എന്നിവർക്കാണ് ഈ വർഷത്തെ രസതന്ത്ര നോബൽ. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം. സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ, ഒമർ യാഗി US എന്നിവർക്കാണ് ഈ വർഷത്തെ രസതന്ത്ര നോബൽ. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം. ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്തന ഹോർക്കൈക്കാണ് ഈ വർഷത്തെ സാഹിത്യ നോബൽ. ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്തന ഹോർക്കോയ്ക്കാണ് ഈ വർഷത്തെ സാഹിത്യ നോബൽ. വെനിസ്വേലിയൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ സമാധാന നോബൽ. വെനിസ്വേലിയൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊരീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ സമാധാന നോബൽ. ജോയൽ മൊക്കീർ നെതർലാൻഡ്സിൽ ജനിച്ച US ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഫിലിപ്പ അഗിയോൺ ഫ്രാൻസ്, പീറ്റർ ഹോവിറ്റ് കാനഡ എന്നിവർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് പുരസ്കാരം. ജോയൽ മൊക്കീർ നെതർലാൻഡ്സിൽ ജനിച്ച US ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഫിലിപ്പെ അഗിയോൺ ഫ്രാൻസ്, പീറ്റർ ഹോവിറ്റ് കാനഡ എന്നിവർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നോബൽ. പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് പുരസ്കാരം. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ഗിരീഷ് ചന്ദ്ര മുർമു നിയമിതനായി. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ഗിരീഷ് ചന്ദ്ര മുർമു നിയമിതനായി. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു. പ്രവീൺ കുമാർ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP ഡയറക്ടർ ജനറലായി നിയമിതനായി. പ്രവീൺ കുമാർ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായി. ഡാനിയൽ കാറ്റ്സ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. ഡാനിയൽ കാറ്റ്സ്
അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായി. ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായി. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ഈയിടെ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു പരീക്ഷയിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സനെ തയാക്കിച്ചി തിരഞ്ഞെടുക്കപ്പെട്ടു. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി സനെ തയാക്കിച്ചി തിരഞ്ഞെടുക്കപ്പെട്ടു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിലെത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി പ്രകാശ് രാജ് നിയമിതനായി. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായി പ്രകാശ് രാജ് നിയമിതനായി. ശുഭാംശു ശുക്ലയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ശുഭാംശു ശുക്ലയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി സെർജിയോ ഗോറിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡർ സെർജിയോ ഗോർ. ബയോകണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് കോവളത്ത് നടന്നു. ബയോകണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് കോവളത്ത് നടന്നു. ഇന്ത്യയും UK സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. ഇന്ത്യയും UK സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായി നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളമായി നവി മുംബൈ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ആർ റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ പ്രകാശനം ചെയ്തു. ആർ റോഷൻ രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ പ്രകാശനം ചെയ്തു. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച് ചൈന. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച് ചൈന. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കാൻ തയ്യാറെടുത്ത് കേരള ടൂറിസം വകുപ്പ്. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പിക്കാൻ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പാക്കാൻ തയ്യാറെടുത്ത് കേരള ടൂറിസം വകുപ്പ്. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. സംസ്ഥാനത്തെ വനം റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം തിരുവനന്തപുരത്ത് നടന്നു. കേരള മീഡിയ അക്കാദമിയുടെ അന്താരാഷ്ട്ര മാധ്യമോത്സവം തിരുവനന്തപുരത്ത് നടന്നു. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കി ഇന്ത്യക്കാരിയായ ജിനാലി മോദി. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കി ഇന്ത്യക്കാരിയായ ജിനാലി മോദി. സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ശ്രീവിജയപുരത്ത് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി. ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് 17 കിലോമീറ്റർ അകലെയുള്ള ശ്രീവിജയപുരത്ത് വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ബാലസോറിലെ റെയിൽ അധിഷ്ഠിത മൊബൈൽ
ലോഞ്ചറിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 6 പതിറ്റാണ്ട് സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങി MiG-21 യുദ്ധവിമാനം. 6 പതിറ്റാണ്ടത്തെ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങി MiG-21 യുദ്ധവിമാനം. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര. ഇന്ത്യ പുതുതായി നിർമ്മിക്കുന്ന ഭൂതല വ്യോമ മിസൈലാണ് അനന്തശസ്ത്ര. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം മഡ് വോൾക്കാനോ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബാരാതാങ്ങിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം മഡ് വോൾക്കാനോ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബാരാതാങ്ങിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത് കമ്മീഷൻ ചെയ്തു. ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആന്ത്രോത്ത് കമ്മീഷൻ ചെയ്തു. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ നടന്നു. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ നടന്നു. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സാഫ് അണ്ടർ-17 ഫുട്ബോളിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ബംഗ്ലാദേശിനെ ഷൂട്ടൌട്ടിൽ 4-1 പരാജയപ്പെടുത്തി. സാഫ് അണ്ടർ-17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ടോ എന്നാണ്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ടോ എന്നാണ്. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായി ഇന്ത്യയുടെ സ്മൃതി മന്ദന. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായി ഇന്ത്യയുടെ സ്മൃതി മന്ദന. ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും മനുഷ്യരും മനുഷ്യക്കുരങ്ങുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നവർ ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായ ഡാം ജെയിൻ ഗുഡാൾ അന്തരിച്ചു. ലോക പ്രശസ്ത പ്രൈമറ്റോളജിസ്റ്റും ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകയുമായ ഡാം ജെയിൻ ഗുഡാൾ അന്തരിച്ചു. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അതികായരിൽ ഒരാളായ TJS ജോർജ് അന്തരിച്ചു. ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തെ അതികായരിൽ ഒരാളായ TJS ജോർജ് അന്തരിച്ചു. ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ് അന്തരിച്ചു. ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ് അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്